അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രയേലും ഹമാസും സമ്മതിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഗാസയിൽ ഹമാസ് തടവിൽ കഴിയുന്നവരുടെ ബന്ധുക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അവതരിപ്പിച്ച ഒരു രൂപരേഖ അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്നദ്ധത പ്രകടിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. താൽക്കാലിക വെടിനിർത്തലിന് പകരമായി തടവിലാക്കപ്പെട്ട ബാക്കിയുള്ള ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറും അതുപോലെ ഹമാസ് അംഗീകരിച്ചതായി അറബ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗാസയിൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബാക്കിയുള്ള 10 ബന്ദികളെ മോചിപ്പിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ 18 മൃതദേഹങ്ങൾ തിരികെ നൽകുകയും ചെയ്യാനാണ് അമേരിക്കയുടെ നിർദ്ദേശമെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. അമേരിക്കയുടെ പദ്ധതിയെക്കുറിച്ച് ഹമാസിന്റെ സംശയമുണ്ടെന്നും അത് ഇസ്രായേലിന് അനുകൂലമായി കാണുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. വ്യോമാക്രമണങ്ങളുടെ പുതിയൊരു പരമ്പരയും ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിയറ്റ്സ് എന്ന രഹസ്യനാമത്തിൽ ഒരു പ്രധാന കരാക്രമണവുമാണ് ഇപ്പോൾ ഇസ്രായേൽ കൂടുതലും നടത്തുന്നത്.